നമ്മൾ തുടക്കത്തിൽ 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എന്നാൽ ഒന്ന് കുറഞ്ഞ വണ്ടി ഇവിടെ ഉണ്ട് അല്ലേ? ഇത് മാത്രമല്ല വേറെ 800 ഉണ്ട്. 800 എത്ര കൊടുക്കാം നമുക്ക്? 800 നമുക്കൊരു 35 രൂപ കൊടുക്കാം. 35 രൂപയ്ക്ക് 800 ആയിട്ടുണ്ട്. നല്ല അടിപൊളി വൃത്തിയുള്ളൊരു 800 ആണ്. 65,000 കിലോമീറ്റർ ഓടിയ വണ്ടി 4,40,000 രൂപയ്ക്ക് 2020 എക്സെറ്റ് അൾട്രോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2,95,000 രൂപയ്ക്ക് 2016 VXi. 2016 VXi ഓട്ടോമാറ്റിക് സെലറിയോ 2,95 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓണം കയറില്ലേ? ഏകദേശം കയറും. നല്ല മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് SUV നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു ഡീസൽ ബ്രസയാണ് അടുത്തത്. KL 52 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2017 ലാസ്റ്റ് വണ്ടി. 4,35,000 രൂപയ്ക്ക് 17 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാനുവൽ വാഹനമാണ്. ഇത് നമുക്കൊരു 7,90 കൊടുക്കാം. 7,90,000 രൂപയ്ക്ക് കേരള നമ്പറായി കഴിഞ്ഞ, അതായത് നിങ്ങളിനി ഒരു പൈസ ചിലവാക്കണ്ട, കേരള നമ്പറായി കഴിഞ്ഞ ഒരു Audi A4. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ബ്രോഡ്കാസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഹുസൈൻ ഖാൻ നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം. നമസ്കാരം. ഓണത്തിന് ശേഷമുള്ള വീഡിയോ ആണ് അല്ലേ നമ്മളെ? ഓക്കെ. ഇതാ ഫ്രണ്ട് തന്നെ നല്ലൊരു അടിപൊളി ലോ ബഡ്ജറ്റ് 7 സീറ്റർ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാ സ്റ്റോക്കിന്റെ കാര്യങ്ങളൊക്കെ? എങ്ങനെ അത്യാവശ്യം നമുക്ക് വണ്ടികളുണ്ട്. പഴയ സ്റ്റോക്കൊക്കെ പോയോ? ഏകദേശമൊക്കെ പോയി. എല്ലാം പോയി. ഇപ്പൊ എല്ലാം എടുക്കുന്ന എല്ലാ GST പ്രൈസ് ഒക്കെ നോക്കി. ഓക്കെ ഓക്കെ. അപ്പോൾ ബ്രോഡ്കാസ്റ്റിലാണ് നമ്മളുള്ളത്. ലൊക്കേഷൻ വരുന്നത് മമ്മിയൂരാണ്, ഗുരുവായൂർ മമ്മിയൂരിൻ്റെ അടുത്ത് ലിറ്റിൽ ഫ്ലവർ കോളേജ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഏകദേശം അതിൻ്റെ ഓപ്പോസിറ്റ് രാജ ഇന്ത്യൻ ഓയിൽ പമ്പ്, അതിൻ്റെ തൊട്ട് സൈഡിൽ ബ്രോഡ്കാസ്റ്റ്, ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഓട്ടോമാറ്റിക്, മാനുവൽ, ഡീസൽ, പെട്രോൾ എല്ലാം ഉണ്ട്. ഓക്കെ. ചെറുവണ്ടികൾ സ്റ്റാർട്ടിങ് എത്ര മുതലുണ്ട്? ഏകദേശം സ്റ്റാർട്ടിങ് 1 ലാക്ക് മുതലുണ്ട്. 1 ലാക്ക് മുതലുള്ള വണ്ടികൾ സ്റ്റാർട്ടിങ്ങിലുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടുനോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു കാര്യം പറയുകയാണ്, കോമൺ ആയിട്ടുള്ളൊരു കാര്യം. ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ പുത്തൂർകുളം എന്ന് പറഞ്ഞ സ്ഥലമില്ലേ ഇവിടെ? പുന്നൂർകുളം. പുത്തൂർകുളം വായിച്ചപ്പെട്ടത് പുന്നൂർകുളത്ത് വെച്ചിട്ട് ഞാൻ ഒരു ബൈക്കിനെ ചെറുതായിട്ടൊന്ന് ഓവർടേക്ക് ചെയ്താൽ റോഡിൽ അത്രയും സ്ഥലം ബാക്കി കിടക്കുക. ഓപ്പോസിറ്റ് ഒരു ബുള്ളറ്റുകാരൻ വന്നു. ബുള്ളറ്റുകാരൻ വന്നിട്ട് ബുള്ളറ്റുകാരൻ കടൽ പോലെ സ്ഥലം അപ്പുറത്തുണ്ട് പോയാൽ. ചില ആൾക്കാരുണ്ടല്ലോ ഷോ കാണിക്കുന്ന പട്ടി ഷോ. നേരെ കാറിന് കൊണ്ടുവന്ന് കുത്താൻ വന്നു. അവൻ ഇങ്ങോട്ട് അടുപ്പിക്കുക. ഇങ്ങോട്ട് എൻ്റെ സൈഡിലൊരു പ്രായമുള്ള ആളാണ് ബൈക്കിൽ പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് അടുപ്പിച്ച ആള് തട്ടി വീഴും. അപ്പോൾ ഒന്ന് നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഗിവ് ആൻഡ് ടേക്കാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു ഗിവ് ആൻഡ് ടേക്കാണ്, അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുക, അതാണ് ഡ്രൈവിംഗ്. അപ്പോൾ ഒരു മിനിമം ഡ്രൈവിംഗ് മര്യാദ നമ്മളെല്ലാവരും പാലിക്കണം അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ, അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഈ 7 സീറ്റർ തന്നെ തുടങ്ങാം. മഹീന്ദ്ര സൈലോ ആണ്, KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. വണ്ടി നല്ല നീറ്റാണ് അല്ലേ? 2012 മോഡലാണ്. വണ്ടിമ്പോൾ ടച്ചിങ് കയറിയിട്ടില്ല. വണ്ടിയാ. ഓക്കെ. ആ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്, പക്ഷെ ഒരു ഫാമിലി ഉള്ള വണ്ടി തന്നെ. അഡ്രസ് നോക്കി അറിയാൻ പറ്റും. ഒരേ ഫാമിലി വീട്ടിൽ നിന്ന് മാറിയാണ് അല്ലേ പേര്? ഓക്കെ. അപ്പോൾ 12 സെക്കൻഡ് ഓണർഷിപ്പ് സൈലോ. ഏത് ഓപ്ഷൻ? മിഡിലാണോ? D4 മിഡിൽ ഓപ്ഷനാണ്. ഓക്കെ. പവർ വിൻഡോസ് കാര്യങ്ങൾ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ വരും. ഓക്കെ. കിലോമീറ്റർ എത്രയും? കിലോമീറ്റർ 1,03,000. 1.3. അതിൽ മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടവർ. ഓക്കെ. മേജറൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 1 ലാക്കിൻ്റെ അടുത്ത്, ഒരു 2 ലാക്കിൻ്റെ അടുത്ത് വരുമ്പോൾ മേജർ ആവുന്നുള്ളൂ. വേറൊരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി അല്ലേ? ഓക്കെ. ഓട്ടോ ഒക്കെ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ വളരെ കുറവാട്ടോ അതിനെ അപേക്ഷിച്ച്. സൈലോ ടാക്സിയിൽ ഇപ്പോഴും ഓടുന്നുണ്ട്. അത്രയോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ ഇപ്പോൾ നിരത്തിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പ്രൈവറ്റ് ആണ്. ടാക്സി പേർപ്പസിന് വേണ്ടവർക്കും എടുക്കാൻ പറ്റും അല്ലേ? മാറ്റിയാൽ മതി അല്ലേ? ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് ഒരു 3,20,000 കൊടുക്കാം. 3,20,000 രൂപയ്ക്ക് 2012 മിഡിൽ ഓപ്ഷൻ സൈലോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിമും ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. വീട്ടിൽ നിന്ന് തന്നെ പേര് മാറിയതാണ്. ഓക്കെ. മൈലേജ് എങ്ങനെ പൊതുവേ? ഏകദേശം ഒരു 14 അറേഞ്ച്. 14 കിട്ടുമോ? 14-13 അറേഞ്ച് കിട്ടും. 12-14 വരെ നോക്കാം അല്ലേ? ഓക്കെ. ഇന്നോടൊക്കെ മൈലേജ് തന്നെ ഏകദേശം പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. ലോണ് ചാൻസ് ഉണ്ടോ? ലോൺ ഒരു 2 ലക്ഷം 2.5 ലക്ഷം വരെ കയറാൻ സാധ്യത. 2.5 വരെ. ഓക്കെ. ഒരു 10,75,000 രൂപ കൊണ്ട് ഇറക്കാം ഏകദേശം. നേരെ നമ്മളൊരു പ്രീമിയം സെഗ്മെന്റിലേക്ക് കയറിയിരിക്കുകയാണ്. Audi A4 KL 10 റിയായത്. ഓക്കെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2012 മോഡല്. സെയിം മോഡൽ തന്നെയല്ലേ? എക്സ്ലൈൻ. ഓക്കെ. എക്സ്ലൈൻ വെച്ചാൽ ടോപ്പിന്റെ താഴെ. ടോപ്പ്
പ്രീമിയത്തിൽ ടോപ്പ് ഉണ്ട്. ടോപ്പ് ആൻഡ് എക്സ് ലൈൻ തന്നെ അത് ടോപ്പ് ഉണ്ട് വരുന്നത്. മറ്റേ BM അല്ലേ പ്രീമിയം പ്ലസ്. ഓക്കെ ഓക്കെ, എക്സ് ലൈൻ ടോപ്പ് എൻ്റെ വാഹനമാണ്. 2012 ഡീസൽ A4. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു കാറ്റഗറിയാണ് ഇതല്ലേ? ഫുള്ള് കമ്പനി സർവീസ്. 120 ഓടിയിട്ടുള്ളൂ. 120. ഓക്കെ, മേജർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ വണ്ടി. ഓക്കെ, ഓണർഷിപ്പ്? 3rd ഓണർഷിപ്പ്. ഓക്കെ, ഇവിടെ ഇപ്പം മാറിയിട്ട് കുറേ ആയോ? കുറേ ആയി ഏകദേശം. ഓക്കെ, എന്തായാലും മൈലേജും ഒരു 15-18 റേഞ്ച് മൈലേജ് ഏകദേശം കിട്ടും അല്ലേ? എത്രയും ഇപ്പോൾ ചോദിക്കുന്നത്? ഇതൊക്കെ നമ്മളൊരു കഴിഞ്ഞ മാസം വരെയൊക്കെ GSTയുടെ അതിൻ്റെ മുന്നൊക്കെ നമ്മൾ വിറ്റിരുന്നത് 9-9.5-ഒക്കെയാണ്. ഇത് നമുക്കൊരു 790 കൊടുക്കാം. 7,90,000 രൂപയ്ക്ക് കേരള നമ്പറായി കഴിഞ്ഞ, അതായത് നിങ്ങളിതിന് ഒരു പൈസ ചിലവാക്കണ്ട, കേരള നമ്പറായി കഴിഞ്ഞ ഒരു Audi A4 2012 മോഡൽ വാഹനം നിങ്ങൾക്ക് ഉണ്ടാവും 790. അതിൽ അലോയ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി അലോയ്സ്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാം വർക്ക് ചെയ്യല്ലേ? ഒന്നും മിസ്സിംഗ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ഫുള്ള് കമ്പനി സർവീസ് ആണ്. ലൈറ്റ് ഒന്നുമില്ല. ഓക്കെ, സർവീസ് ചെയ്ത ബില്ലും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. ലോണ് ചാൻസ് ഉണ്ടോ? എത്ര? 5 ലക്ഷം കിട്ടും. 5 lakhs വരെ. 290, 3 ലക്ഷമൊക്കെ കണ്ടിറക്കാം. ഏകദേശം ഒരു 1.5 വർഷം കിട്ടുള്ളൂ. ഓക്കെ, അതെ, പീരീഡ് കുറവായിരിക്കും, എമൗണ്ട് കൂടും, അങ്ങനെ EMI കൂടും. അപ്പോൾ 790 2012 കേരള നമ്പർ ആയി കഴിഞ്ഞ A4 ടോപ്പ് എൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത കാറ്റഗറിയും സെഡാൻ തന്നെയാണ്. ഹോണ്ട സിറ്റി KL 27 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2017 മോഡൽ. വേരിയന്റ് VX ടോപ്പ് എൻഡ്. VX ടോപ്പ് എൻഡ് വാഹനം. സൺറൂഫ് ഒക്കെ ഉണ്ട്. ഓക്കെ, 17 ടോപ്പ് എൻഡ്, പിന്നെ ZX കാര്യങ്ങളൊക്കെ വന്നല്ല. ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. പെട്രോൾ ഡീസൽ? ഇത് പെട്രോൾ സിറ്റി. മൈലേജ് ഒരു 11-15 റേഞ്ച് വരെ ഏകദേശം കിട്ടും. ഇത് ഉപയോഗിച്ച ആൾ പറഞ്ഞ് ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു 19 കാണിക്കുന്നുണ്ട്. കാണിക്കുന്നല്ല, ചിലപ്പോൾ കിട്ടാൻ മതി. അതായത് കുറവായിരിക്കും, പക്ഷെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആവറേജ് കാണിക്കുന്നുണ്ട്. എനിക്ക് കാണിക്കാറുണ്ട്. അധികം ത്രോട്ടിൽ കൊടുക്കാണ്ട് മെല്ലെ കറക്റ്റ് പോയാൽ മതി. എക്കണോമിയിൽ പിടിച്ച് പോയാൽ അത് 100 പോയാലും 110 പോയാലും ഏകദേശം ആ പറഞ്ഞ മൈലേജ് കിട്ടും. ഓക്കെ ഓക്കെ, ഒരു ക്ലെയിമില്ലല്ലോ? ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർ. 2017 VX ടോപ്പ് എൻഡ് പെട്രോൾ സിറ്റി. എത്ര കൊടുക്കാം നമുക്ക്? നമുക്ക് ഒരു 6.45 കൊടുക്കാം. 17 മോഡൽ വണ്ടി അല്ലേ? VX ആണ്, ടോപ്പ് എൻഡ് സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. 6,45,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിന്റെ ഓട്ടം എത്ര പറഞ്ഞു? 1,03,000 ഓട്ടം പോയിട്ടുണ്ട്. പെട്രോളാണ്. എന്റെ വണ്ടി ഇപ്പോൾ 1,38,000. ഓക്കെ, ഒരു പ്രശ്നമില്ല ഇതുവരെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹോണ്ട ജാസ് ആണ്. ഹോണ്ടയുടെ ഒരു പ്രീമിയം ഹാഷ് ബാക്ക് കാറ്റഗറി വാഹനം. KL 46 ഗുരുവായൂർ വണ്ടി. ഇവിടെ തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2017 വണ്ടി, 17-18 രജിസ്ട്രേഷനുള്ള വണ്ടി. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. CVT ഓട്ടോമാറ്റിക് പെട്രോൾ. 17 മോഡൽ, 18 രജിസ്ട്രേഷൻ. CVT എന്ന് വെച്ചാൽ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് അനുഭവിച്ചവർക്ക് അറിയാം അല്ലേ, എൻ്റെ സുഖം. ഓക്കെ, അപ്പോൾ ഒരു ഹോണ്ട സിറ്റി അങ്ങനത്തെ എന്തെങ്കിലും നോക്കി നടക്കുന്നുണ്ട്, CVT നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടി പ്രിഫർ ചെയ്യാം അല്ലേ? ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ്. 77 ഓട്ടം, കിലോമീറ്റർ 77. 77,000. ഏത് ഓപ്ഷൻ പറഞ്ഞ? V ആണ് ഓപ്ഷൻ. V ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷൻ അല്ല, തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് ഒരു 5-6 കൊടുക്കാം. 17 മോഡൽ, 18 രജിസ്ട്രേഷൻ വരുന്ന 78,000 കിലോമീറ്റർ ഓടിയ ജാസ് പെട്രോൾ ഓട്ടോമാറ്റിക് 5,60 നിങ്ങൾക്ക് കൊണ്ടുപോകും. 17 മോഡൽ, 18 രജിസ്ട്രേഷൻ വണ്ടി. ഏകദേശം ഒരു 5-5.5 ലക്ഷം വരെ ലോണും കിട്ടും. ഓക്കെ, ചെറിയ ഡൗൺ പേയ്മെൻറ്റ് 10,000-20,000 കണ്ടാക്കി കൊണ്ടുപോകും അല്ലേ? ഓക്കെ, നല്ല മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് SUV നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു ഡീസൽ ബ്രസയാണ് അടുത്തത്. KL 52 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2017 ലാസ്റ്റ് വണ്ടി. 17 ലാസ്റ്റ്. VDI. മിഡിൽ ഓപ്ഷൻ. 1 ലക്ഷം കിലോമീറ്റർ ഓട്ടം, സെക്കൻഡ് ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി. സർവീസ് ഫുൾ റെക്കോർഡ് ഉണ്ട് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പാണ്. 2017 ലാസ്റ്റ് വണ്ടി. VDI. 18-20 റേഞ്ച് ഏകദേശം മൈലേജും കിട്ടും. ഒരു ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് ഒരു 5,90 കൊടുക്കാം. 5,90 17 VDI നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലാസ്റ്റ് റേറ്റ് ആണ് ഏകദേശം. ലോൺ ഒരു 5,25,000 ആ റേഞ്ചൊക്കെ കിട്ടൂല്ലേ? മേലെ തന്നെ കിട്ടും അല്ലേ? ഓക്കെ, നിലവിൽ വേറെ വർക്കൊന്നുമില്ല. തമ്പറൊന്ന് പെയിന്റ് ചെയ്യാണ്ട് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇന്നലെ വന്ന വണ്ടിയാണ്. ക്ലിയർ ആയി കൊടുക്കാം അല്ലേ? ക്ലിയർ ആയി കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു ബലേനോ KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്.
പാബ്ലോ എസ്കോബാർ, ഒരു വലിയ സ്മഗ്ലർ വണ്ടിയൊന്നല്ലല്ലോ. ആരോ ആരാധകരാന്ന് തോന്നുന്നു അല്ലേ ഓടിച്ച് വെച്ചിട്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017-18 രജിസ്ട്രേഷൻ വണ്ടി. ആ, ബലേനോ സിഗ്മ ബേസ് ഓപ്ഷൻ ആണ് അല്ലേ? ഒരു 1 lakhന്റെ ഫിറ്റിംഗ്സ് ഉണ്ട്. എങ്ങനെ? 1 ലക്ഷത്തിന്റെ ഫിറ്റിംഗ്സ് ഉണ്ട്. ഫിറ്റിംഗ്സ് അല്ല, ഓക്കെ. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 12-15 റേഞ്ച് ഏവറേജ് മൈലേജ് കിട്ടും. പെട്രോളാണ് വണ്ടി. പിന്നെ 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും അല്ലേ? സിഗ്നൽ. മേജർ ഓണർഷിപ്പ് 4 ഉണ്ട്. 4 മേജർ ക്ലെയിമോ കാര്യങ്ങൾ 2 ആൾക്ക് ഞാൻ തന്നെ കൊടുത്തത്. അത് ശരി. ക്ലെയിമോ കാര്യങ്ങളെന്തെങ്കിലും ഒന്നുമില്ല. 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ, ബലേനോ ആണ്. എത്ര കൊടുക്കാം? നമുക്കൊരു 4.35 കൊടുക്കാം. 4,35,000 രൂപയ്ക്ക് 17 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാനുവൽ വാഹനമാണ്. ഫുൾ ഓൺ വരുമോ? ഏകദേശം 4 ലക്ഷം കിട്ടും. 4 ലക്ഷം, ഒരു 30,000 കണ്ടാൽ ഇറക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു അടിപൊളി സ്വിഫ്റ്റാണ്. KL 53 രജിസ്ട്രേഷൻ വാഹനം. പെട്രോൾ ആണല്ലേ വണ്ടി? പെട്രോൾ വണ്ടി. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 മോഡല്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 39,000, വളരെ കുറഞ്ഞ കിലോമീറ്റർ. അത് ജനുവിറ്റി പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഏതാ ഓപ്ഷൻ? VXI സ്വിഫ്റ്റ് 2016, 39,000 ലോ കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. എത്ര കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നത്? 4.5 കൊടുക്കാം. 4,50,000. ഓക്കെ, പ്രൈസ് ഫൈനലാണോ? അത് അതെല്ലാം പറഞ്ഞാൽ ഫൈനലാണ്. ഓക്കെ, 4.50. സ്വിഫ്റ്റിനൊക്കെ പൊതുവെ അങ്ങനെയാണ്, വലിയൊരു മാർക്കറ്റ് വ്യത്യാസം വരാറില്ല അല്ലേ? റേറ്റ് കൂടുന്ന വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ഒരു 4 ലക്ഷം വരെ ലോൺ കിട്ടുമോ? 4 ലക്ഷം ലോൺ ചാൻസ് ഉണ്ട്. ഓക്കെ, 4 ഫൈനൽ റേറ്റ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് സെലേറിയോ ആണ്. KL 46 ഗുരുവായൂർ വണ്ടി തന്നെ. ഓട്ടോമാറ്റിക് ആണ് ഇത്? ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടി അല്ല? സർവീസ് ഉണ്ടോ? പക്ക സർവീസാണ്. അതേപോലെ തന്നെ ഇപ്പോൾ വന്നിട്ട് 4 ടയർ ഫ്രഷ് നമ്മളിപ്പോൾ ചെയ്തപ്പോൾ വന്നിട്ട് ചെയ്തതാണ്. പുതിയ 4 ടയേഴ്സ്. വണ്ടി നീറ്റാണല്ലേ? ബാക്കി നീറ്റാണ്. ഇന്ത്യൻ വോയിസ് എക്സ്ട്രാ വോയിസ് ഒക്കെ. 1 lakh ഓടി. അതിൻ്റെ റേറ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, മൈലേജ് ഒരു 12-16 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ചെറിയൊരു ടൗണിലൊക്കെ കളിക്കാനുള്ള പർപ്പസിന് ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര ഇപ്പോൾ ചോദിക്കും? 2.95 കൊടുക്കാം. 2,95,000 രൂപയ്ക്ക് 2016 VXI. അത് 2016 VXI ഓട്ടോമാറ്റിക് സെലറിയോ 2.95 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓണം കയറില്ലേ? ഏകദേശം കയറും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി ഹോണ്ട അമേസ് KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ. ഇപ്പോഴത്തെ അമേസിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡല്. 23 അമേസ്. ഓക്കെ, VX ആണ് വരുന്നുണ്ട്. ടോപ്പ് ഉണ്ട് VX. ഓക്കെ, അന്നിറങ്ങിയാൽ ഇതിൽ ടോപ്പ് ഉണ്ട് വണ്ടി. അന്നിറങ്ങിയ ടോപ്പ് ഉണ്ട്. ഇപ്പോൾ ZX ഉണ്ട്. ഓക്കെ, 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2 വർഷം കൊണ്ട് 17,000. പെട്രോൾ വണ്ടിയാണ്. മാനുവൽ അല്ലേ? മാനുവൽ. പെട്രോൾ മാനുവൽ VX 2023 ലോ കിലോമീറ്റർ. മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ നേരത്തെ സിറ്റിയെ കൊണ്ടുപോകുമ്പോൾ തന്നെ അത്രയും കുറവാണ്. ഒന്നും ചെയ്യാനില്ല. പെട്രോൾ ഓടിക്കുക. ഒരു 12-16 റേഞ്ച് മൈലേജ് കിട്ടും. എത്ര കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ്? നമുക്ക് 7.50 കൊടുക്കാം. 7.5 ലക്ഷം. 2023 മാനുവൽ VX അല്ലേ? 7.5 ലക്ഷത്തിന് കൊണ്ടുപോകാം. ഇപ്പോഴത്തെ പിന്നെ ഷേപ്പും കാര്യമൊക്കെ മാറി വണ്ടി. 11 രൂപ ഉണ്ട്. ലോൺ എത്ര? ഒരു 7 ലക്ഷം കിട്ടും. 7 കിട്ടും. അപ്പോൾ 50,000 രൂപ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ അടുത്ത കോമ്പാക്ട് SUV ആണ്. KL 46 ഗുരുവായൂർ വണ്ടി തന്നെ. നിസാൻ മാഗ്നൈറ്റ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ. 33,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ്. 3 വർഷം കൊണ്ട് 33,000 നോർമൽ ഓട്ടോ ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ബാക്കി ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് എക്സൽ മിഡിൽ ഓപ്ഷൻ ആണ്. പുഷ്പട്ട ഉണ്ടാവുമല്ലോ അല്ലേ എക്സലിൽ? ഓക്കെ, ബാക്കി ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ വരും. ഓക്കെ, മാനുവൽ ആണ്. 1 ലിറ്റർ നോർമൽ അല്ല? ഓക്കെ, കൂടിയതിൽ ടർബോ വരും. ഇതിൽ ടർബോ അല്ല, ഇത് നോൺ ടർബോ ആണ്. ഓക്കെ, മൈലേജ് ഉണ്ടാവും. 12-15 ഒക്കെ ഏകദേശം മൈലേജ് കിട്ടും. അപ്പോൾ എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഒരു 5.20 കൊടുക്കാം. 5,20,000 രൂപയ്ക്ക് 2021 മാഗ്നൈറ്റ് 33,000 കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പാണ്? അതെ, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 5 ലക്ഷം വരെ ലോണും കിട്ടും.
മാക്സിമം ലോൺ ഉണ്ട്, ചെറിയ ഡൗൺ പേയ്മെൻ്റ് ഉണ്ട്, ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വണ്ടി അടുത്തതായിട്ട് ഗ്രാൻഡാണ് KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വാഹനം. ഗ്രാൻഡ് അങ്ങനെ ഇവിടെ കാണാറില്ലല്ലോ. ഇടക്കുണ്ടാവാറുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം സെയിലായി. അതിന്റെ ശേഷം വന്ന വണ്ടി അത്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2019 മോഡല് മാഗ്ന. മിഡിൽ ഓപ്ഷൻ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, എയർ ബാഗ്. ഓക്കെ. ബാക്കി 40,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ടച്ചിങ് ഇല്ലാത്ത വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണല്ലോ. 19 40,000 കുറഞ്ഞ കിലോമീറ്റർ. 40,000 6 വർഷം കൊണ്ട് 40,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. എത്രയാണ് ഇതിനിപ്പോൾ ചോദിക്കുന്നത്? 4 രൂപ കൊടുക്കാം. 4,2019 മാഗ്ന നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ വരുമോ? ഏകദേശം കയറും. ചാൻസ് ഉണ്ടല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ടാറ്റയുടെ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് ടാറ്റ അൾട്രോസ് KL 69 രജിസ്ട്രേഷനാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡല്. 65,000 കിലോമീറ്റർ ഓട്ടം. ഏതാ? ടോപ്പിന്റെ തൊട്ട് താഴെ വണ്ടി. തൊട്ട് താഴെ എക്സെറ്റ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അലോയ്സ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. ഇതിന് ചെറിയ ഒരു സൈഡിൽ തട്ടിയുണ്ട്. എവിടെയാ? ഈ സൈഡ് തട്ടിയിട്ട് എയർ ബാഗ് ചാടിയുണ്ട്. ഷോറൂമിൽ നിന്ന് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല, ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഗ്ലാസ് മാറിയിട്ടുണ്ട്. എയർ ബാഗ് ചാടിയുണ്ടല്ലോ. എയർ ബാഗ് ചാടിയ വണ്ടിയാണിത്. അപ്പോൾ ഷോറൂമിൽ തന്നെ സെറ്റ് ചെയ്തുള്ള ക്ലെയിമിൽ തന്നെ 2-2.25 ലക്ഷം രൂപക്ക് സെറ്റ് ചെയ്തുള്ള. ഓക്കെ. 20 മോഡല് എക്സെറ്റ് ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന പെട്രോളാണ് വാഹനം. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പാ അല്ലെങ്കിൽ തേർഡ് ഓണർഷിപ്പ്. എത്ര രൂപ ചോദിക്കുന്നത്? നമ്മളിത് ലാസ്റ്റ് ഒരു 4,40,000 കൊടുക്കാം. 4,40,000 രൂപയ്ക്ക് 2020 എക്സെറ്റ് അൾട്രോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ ഓട്ടം എത്രയാണ് പറഞ്ഞാൽ? 65 അല്ലേ? 65,000 കിലോമീറ്റർ ഓടിയ വണ്ടി 4,40,000 രൂപയ്ക്ക് 2020 എക്സെറ്റ് അൾട്രോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മേജർ തട്ടല്ല കേട്ടോ, പക്ഷേ ഈ സൈഡ് തട്ടിയപ്പോൾ എയർ ബാഗ് ചാടിയെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. പോലും മാറിയിട്ടില്ല വണ്ടി. ഇവിടെ അടുത്ത് ടാറ്റ ഷോറൂം ഉണ്ട്. കഷ്ടകാലം എന്ന് പറഞ്ഞ ഇതാണ് അല്ലേ? കറക്റ്റ് 6 ലക്ഷം രൂപയുടെ വണ്ടിയല്ലേ? കറക്റ്റ് അടി വരുമ്പോൾ. ഓക്കെ. അപ്പോൾ ഏകദേശം 4.5 ലക്ഷം ചിലപ്പോൾ ലോണും കിട്ടും. ഫുൾ ലോണും ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അവിടെ തന്നെ സെറ്റ് ചെയ്താണ് കമ്പനി അല്ലേ? ഓക്കെ. വേറെ ഒന്നും വരാനില്ല. അടുത്ത വണ്ടിയിലേക്ക് സൈക്കറോട് ഞാൻ പറയാറില്ലേ, വണ്ടി കൊണ്ടുവരുന്നത് നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ ഭയങ്കര വിളിച്ചാ ഒന്നും ചെയ്യാൻ പറ്റൂല, ഫ്രണ്ടിലിടായി പോകും. അതെ. KL 8 രജിസ്ട്രേഷൻ വരുന്ന ആൾട്ടോ 800 ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് നമ്മളെത്തി. എങ്ങനെ ഡീറ്റെയിൽ? 2017 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 40,000. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 0 ക്ലെയിം വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് 2,65,000 കൊടുക്കാം. 2017 VXi ആണ്. 2,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 2,40,000 ലോൺ കയറും. 10-15,000 രൂപ വേണ്ട ഇറക്കാം, അത്രേ പറയത്തുള്ളൂ. അപ്പോൾ നല്ല മൈലേജിൽ ഒരു അടിപൊളി വണ്ടി വേണം തന്നെ കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ ആണ്. അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ തുടക്കത്തിൽ 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എന്നാൽ ഒന്ന് കുറഞ്ഞ വണ്ടി ഇവിടെ ഉണ്ട് അല്ലേ? ഇത് മാത്രമല്ല വേറെ 800 ഉണ്ട്. 800 എത്ര കൊടുക്കാം നമുക്ക്? 800 നമുക്കൊരു 35 രൂപ കൊടുക്കാം. 35 രൂപയ്ക്ക് 800 ആയിട്ടുണ്ട്. നല്ല അടിപൊളി വൃത്തിയുള്ളൊരു 800 ആണ്. പിന്നെ ഇത് ഫോൺ ഐക്കണാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇതൊരു ഐക്കൺ ചെയ്തിട്ടില്ല. ഇല്ല. അപ്പോൾ ഒന്ന് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. റീക്കോ കാണിക്കാണ്ടായിരുന്നു. ഞാൻ റീക്കോ വേണ്ട, ഇതെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2009 130 ഓട്ടം ഡീസൽ വണ്ടിയാണ്. ഓട്ടം നമ്മൾ ഉറപ്പിക്കണ്ട. ഞാനിപ്പോൾ വണ്ടി കണ്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് പവർ വിൻഡോ ഒക്കെ വർക്ക് ചെയ്യണോ നോക്കുക. വെറുതെ ഓൺ ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നോക്കി. സ്റ്റിയറിംഗ് കുറച്ച് ടൈറ്റ് ഉണ്ട്. പക്ഷേ പവർ വിൻഡോ ഫ്രണ്ടിൽ ഡ്രൈവർ സൈഡിൽ 4 പവർ വിൻഡോ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കോ ഡ്രൈവർ സീറ്റിലും പവർ വിൻഡോ വർക്ക് ആകുന്നുണ്ട്. ബാക്കിൽ വർക്ക് ആകുന്നില്ല രണ്ടെണ്ണം. ചിലപ്പോഴത്തേക്ക് വിട്ടതായിരിക്കും വയറ്, നോക്കിച്ചാൽ മതി. ഓക്കെ. പേപ്പറിൻ്റെ അവസ്ഥ എന്താ? AC അടിപൊളി, നല്ല പൊളിക്ക. 2029 വരെ പേപ്പറുണ്ട്. 29 വരെ പേപ്പറുണ്ട്. ഡീസലാണ്. മൈലേജ് ഉണ്ടാവും അല്ലേ? ഒരു 15-17 ഒക്കെ കിട്ടും. എക്സ്ചേഞ്ചിലെടുത്താ. ഓക്കെ. അപ്പോൾ ഐക്കൺ ഇങ്ങനത്തെ ഒരു വണ്ടികളോട് ക്രൈസ് ഉള്ള ഒരാളാണെങ്കിൽ നോക്കിയെടുക്കാം അല്ലേ? ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 50 രൂപ കൊടുക്കാം.
50,000 രൂപയ്ക്ക്, അത് ഞാൻ പറഞ്ഞ പാതി വിലക്ക് ഇവിടെ ഉണ്ടെന്ന്. 50,000 രൂപയ്ക്ക് ഈ ഒരു ഫോർഡ് ഐക്കൺ നിങ്ങൾക്ക് കൊണ്ട് 2029 വരെ പേപ്പറുള്ള ഡീസൽ ഐക്കണാണ്. പവർ വിൻഡോസ്, AC കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഇത് മാത്രമല്ല സൈലോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫോർഡ് ഫിഗോ വരാണ്ട് 2012 അലവിലൊക്കെ ഉള്ള ഫിഗോ 1 ലക്ഷം രൂപ കൊടുക്കാം. 12 മോഡൽ ഡീസലാ പെട്രോളാ? ഡീസൽ 12 മോഡൽ 1 ലക്ഷത്തിന് അതും വരാനുണ്ട് ഫോർഡ് ഫിഗോ. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോളൂ. അത്രയേ ഉള്ളൂ. നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ബ്രോഡ്കാസ്റ്റിൻ്റെ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ഹുസൈൻക ഇനിയിപ്പോൾ അടുത്ത മാസം നമുക്ക് പുതിയ സ്റ്റോക്ക് 10 ദിവസം കഴിഞ്ഞാൽ തരാം. ഓക്കെ, പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ത് തന്നെയാലും അതൊക്കെ വായിച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ഹുസൈൻക താങ്ക്സ്, ബൈ.